നമസ്കാരം. പല സംസ്ഥാനത്തും നേതാക്കൾ ബി.ജെ.പിയിലേക്ക് കുത്തൊഴുക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ജമ്മുവിലെ നേതാക്കളും ബി.ജെ.പിക്ക് പിന്നിൽ അണിനിരക്കുകയാണ്. ജമ്മു മേഖലയിൽ ഫാറൂഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസ് പാർട്ടിക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് പാർട്ടിയുടെ കത്തൂർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി പ്രമുഖ നേതാക്കൾ കഴിഞ്ഞ ദിവസം ബി.ജെ.പിയിൽ ചേർന്നു. നേതാക്കളെ കൂടാതെ നിരവധി അനുഭാവികളും ജില്ലാ ഭാരവാഹികളും നാഷണൽ കോൺഫറൻസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് മാറിയിട്ടുണ്ട്. ജമ്മുവിലെ പാർട്ടി ആസ്ഥാനത്ത് വെച്ചാണ് നേതാക്കളും ഭാരവാഹികളും മറ്റും ബി.ജെ.പിയിൽ ചേർന്നത്. ബി.ജെ.പിയുടെ ജമ്മു കാശ്മീർ യൂണിറ്റ് തലവൻ രവീന്ദർ റെയ്നയും മറ്റു നേതാക്കളും പുതുതായി ചേർന്നവരെ ആശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുമുണ്ട്. മുതിർന്ന ബി.ജെ.പി നേതാവ് ദേവീന്ദർ സിംഗ് റാണ ബി.ജെ.പിയുടേത് മതമോ ജാതിയോ പരിഗണിക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനമാണെന്ന് പറയുകയും ചെയ്തു. ഓരോ പുതിയ അംഗങ്ങളെയും സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും സ്വാഗതം ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ബി.ജെ.പിയിൽ ചേർന്നതിന് മുമ്പ് നാഷണൽ കോൺഫറൻസിന്റെ കത്വ ജില്ലാ ഘടകത്തിന്റെ തലവനായ സഞ്ജീവ് ഖജൂരിയ മോദി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ എങ്ങനെയാണെന്ന് ഏറ്റവും അടിസ്ഥാന തലത്തിൽ വരെ സ്വാധീനം ചെലുത്തുന്നത് എന്നും ഉയർത്തിക്കാട്ടുകയും ആഗോളതലത്തിൽ ഇന്ത്യ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്ന പദവിക്ക് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. രാജ്യം മൊത്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നിൽ അണിനിരക്കുന്നു എന്നതിനുള്ള തെളിവുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.